Alhamdulillahi Rabbil Alameen. Salatu wassalamu ala Rasulil Ameen. Wa ala alihi wa sahbihi ajma'een. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri. Wahlul 'uqdatam min lisani yafqahu qawli. أعوذ بالله من الشيطان الرجيم إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين ودت طائفة من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 68, 69 ആയത്തുകൾ പാരായണം ചെയ്തു എങ്കിലും അതിനു മുൻപുള്ള ആയത്തുകളുടെ വിശദീകരണം നിർവഹിച്ച് തീരുമ്പോഴേക്കും സമയം അവസാനിച്ചതാണ്. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ചത് മുഴുവനും ആകുന്നതിന് മുമ്പ് സമയം തീർന്നു പോകും. സമയം എന്ന് പറയുന്നത് അൽ വഖ്തു ഹുവൽ ഹയാത്ത് എന്നാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ സമയമാണ്. അതുകൊണ്ട് സമയം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ശ്രദ്ധ, അതെന്താണ് എന്നതിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ, പ്രത്യേകിച്ചും ആലു ഇമ്രാൻ മുഴുവനായി ഇതുവരെ എടുത്തതെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പം അതുകൊണ്ട് മുൻ ക്ലാസ്സുകളൊക്കെ കേട്ടാൽ ഒരു തുടർച്ച നമുക്കുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇന്ന ഔലന്നാസ്, തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും അടുത്തവർ, ഇന്ന നിശ്ചയമായും, ഔല അടുത്തവര്, അന്നാസ് ജനങ്ങളിൽ, ബി ഇബ്രാഹിം ഇബ്രാഹിമിനോട്, ലല്ലദീന തബഊഹു അദ്ദേഹത്തെ പിൻപറ്റിയവരാകുന്നു. സലാം. മഹാന്മാരായ ആളുകളുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പിൻതലമുറ എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ ആ പിന്തുടരുന്നവരും ഈ മുൻഗാമികളും, പറയപ്പെടുന്ന മുൻഗാമികളും തമ്മിൽ എന്താണ് ബന്ധം? അതിനനുസരിച്ചാണ് അവരുടെ അവകാശവാദം സത്യസന്ധമായി തീരുന്നത്. ഇപ്പോ നബിന്റെ കാലത്തൊന്നും അല്ലാതെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും.
കള്ള് ചെത്തരുത്, വാങ്ങരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരാള് ഉണ്ടായിരുന്നു അല്ലേ? അദ്ദേഹത്തോട് ചെത്ത് തൊഴിലാളികളായിട്ടുള്ള സ്വന്തം സമുദായക്കാർ ചോദിച്ചു, ഇത് ഞങ്ങളെ കുലത്തൊഴിലാണല്ലോ, നമ്മളെ കുലത്തൊഴിലാണല്ലോ ഗുരു, ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ചേറ്റുകത്തിയേക്കാൾ നല്ലത് ക്ഷൗരകത്തിയാണ്. വേറെയും പറഞ്ഞു കേൾക്കുന്നത്, കള്ള് ചെത്താൻ ഉപയോഗിക്കുന്ന ആ കത്തി മുറിച്ച് അതിൻ്റെ ഷെയ്പ്പ് മാറ്റി ക്ഷൗരം ചെയ്യുന്ന കത്തിയാക്കുക എന്നാണ്. അപ്പൊ ആ കത്തി കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആളെ താടി പഠിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം. ജീവിതം മുട്ടിപ്പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിലെ നല്ലൊരു ശതമാനം ബാറ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അവരെന്താണ് അവരുടെ ഗുരുവിനെ ആക്കുന്നത്? അപ്പൊ ഇദ്ദേഹത്തെ കൂടുതലായിട്ട് വായിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകള് ശ്രീനാരായണീയരിൽ നിന്നാണ് ശ്രീനാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ശ്രീനാരായണ ഗുരു ആരാണെന്നാണ് വിചാരിക്കുക അല്ലേ? അങ്ങനെയാണ്. അപ്പൊ അത് മനുഷ്യ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് നമ്മുടെ കഥാപുരുഷൻ. ഇവര് പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്നാണ്. മുശ്രിക്കുകളും അവകാശപ്പെട്ടത് ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്നാണ്. എന്നിട്ട് അവര് ചെയ്തത് ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിന് ഇബ്രാഹിം എന്ന് പേരിട്ട് അത് കഅബയിൽ സ്ഥാപിച്ചു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം എന്താണ് ചെയ്തത്? ഇബ്രാഹിം അലൈഹിസ്സലാം എന്താണ് പഠിപ്പിച്ചത്? ഇബ്രാഹിം നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഇബ്രാഹിമിന്റെ മില്ലത്താണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവർ ചെയ്യുന്നത്? അല്ലേ? മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ച ഒരാളില്ലായിരുന്നോ ചിക്കാഗോയിൽ പോയിട്ട്? അദ്ദേഹത്തിന്റെ പേര് സ്വാമി വിവേകാനന്ദൻ എന്ന ആശ്രമനാമം. നരേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ മനുഷ്യൻ, അദ്ദേഹത്തിന് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ നിന്ന് കിട്ടിയതായിരിക്കൂല എന്തായാലും. കാരണം ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, അല്ലേ, കാലിന്റെ തുടയിൽ നിന്ന് വൈശ്യനും, കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രനെയും സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ ആണ് ഇന്ത്യയുടെ പൈതൃകമായിട്ട് അവർ പറയുന്നത്. അത് യഥാർത്ഥ പൈതൃകമല്ല, പക്ഷെ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ഇന്ത്യയുടെ ഒരു ഹൈന്ദവ വ്യവസ്ഥയായിട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ആര്യന്മാര് കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലുണ്ടായിരുന്നത് ദ്രാവിഡന്മാരാണ്. ഈ പ്രൊഫഷണൽ ആരാധ്യരും ദൈവങ്ങളും ഒന്നും ദ്രാവിഡന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്നത് കാവുകളും പിന്നെ പ്രതിഷ്ഠകളും മരങ്ങളും കല്ലുകളും ഒക്കെ. എല്ലാ നാട്ടിലെയും ആളുകൾക്ക് ഒരേ ദൈവമായിരുന്നില്ല. അവർക്ക് ഓരോരോ നാട്ടിലും ഓരോരോ ദൈവങ്ങളാണ്. അതിന്റെ ശേഷിപ്പുകളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ചെന്നാൽ അവിടെയുള്ള ആൾക്കാർ, അല്ലെ, കുലവൻകാവ്, പിന്നെ അങ്ങനെ ഓരോരോ ആളുകൾ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോരുത്തരായിരിക്കും. നമ്മളെ ഊട്ടുകുളത്തമ്മ എന്ന് പറയും, പാലത്ത് അങ്ങനെ ഒരാൾ. അങ്ങനെ ഓരോ സ്ഥലം. അല്ല, അയ്യപ്പനൊക്കെ പിന്നെ എല്ലാ സ്ഥലത്തും ഉള്ള ആളല്ലേ.
എല്ലാ സ്ഥലത്തുള്ള ആളല്ലാതെ പ്രാദേശിക ദൈവങ്ങളാണ്. ദ്രാവിഡന്മാരുടെ ഒരു രീതി അങ്ങനെയാണ്, അവരങ്ങനെയാണ് ആരാധിച്ചത്. ഓരോ സ്ഥലത്തിനും ഓരോ ആൾക്കാർ. ഗുരുവായൂരപ്പൻ, കൊടുങ്ങല്ലൂർ അമ്മ, അല്ലേ? അതങ്ങനെ ഉദാഹരണം പറയാൻ പറ്റുമോ അറിയില്ല, കാരണം അത് പ്രൊഫഷണൽ ദൈവങ്ങളുടെ വേറെ ആവിഷ്കാരങ്ങളാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയുടെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ നിന്ന് ഒരിക്കലും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിക്കാൻ കഴിയില്ല. ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മുടെ ഭരണഘടനയിലുള്ളതാണ്. അങ്ങനെയാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരനും സഹോദരിയുമാണ് എന്ന് പറയാൻ കഴിയുക. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ, പ്രതിജ്ഞയിൽ അങ്ങനെ വരണമെങ്കിൽ ഇസ്ലാം സംസ്കൃതിയുടെ വലിയ സ്വാധീനം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ ഒരു ജാതി വ്യവസ്ഥയിൽ വെച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. പറയാൻ കഴിയോ? ഒരു നായർക്ക് ഒരു തീയരെ സഹോദരനായി കാണാൻ പറ്റുമോ? പാണനും പുലയനും ചെറുമനും അങ്ങനെ തുടങ്ങി അവരൊക്കെ എത്ര അടി വിട്ടു നിൽക്കണം എന്നതിന് കണക്കുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. തൊട്ടടുത്ത് നായർ ഈഴവായിക്കും എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ കാന്തത്തിനെ കുറിച്ച് കൊണ്ട് പഠിച്ചില്ലേ, സജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു ഞാൻ സ്കൂളിൽ പോയില്ല, ലീവായിരുന്നിട്ട് പറയാണ്. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ട്. ചിലത് ഒന്നിച്ച് നിൽക്കൂല, അങ്ങനെ പ്രശ്നം. അപ്പൊ ഇന്ത്യയുടേതല്ല, ഇസ്ലാമിൻ്റെതായ ഒരു കോൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ അതാണ് സഹോദരൻ അയ്യപ്പൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ആയിഷ, ഇപ്പൊ ഒരു ആയിഷ പാർട്ടി മാറിപ്പോയില്ലേ, ആയിഷ പോറ്റി. പിന്നെ പോറ്റി എന്ന് പറയുന്നത് പുതിയൊരു ട്രെൻഡാണ്. അവർക്ക് എങ്ങനെ ആയിഷ എന്ന് പേര് വന്നത്? ആയിഷ എന്ന് മലയാളത്തിൽ പേരില്ല. തെക്കൻ കേരളത്തിലും മലയാളത്തിലും ഇല്ലല്ലോ. സലീം കുമാറല്ലേ ദേശീയ അവാർഡ് ജേതാവ്, സിനിമാ നടൻ. എന്നെ കാണാനൊരു ലുക്കില്ല എന്നുള്ളതും ഭയങ്കര ബുദ്ധിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സലീം കുമാർ എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹത്തിന്റെ പേര് സലീം എന്ന് മാത്രമായിരുന്നു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. മാഷാണ് പോലും മുസ്ലിം ആണെന്ന് വിചാരിക്കാതിരിക്കാൻ ഒരു കുമാർ കൂടി ചേർത്തിരുന്നു. സലീം എന്ന് മാത്രം വിളിക്കുമ്പോൾ മുസ്ലിമാന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുമാറും കൂടി ചേർത്തിയത്. അപ്പൊ ദലിതരായിട്ടുള്ള ആളുകൾ, ജാതിയിൽ താഴ്ത്തപ്പെട്ട ആളുകൾ, അതിൽ നിന്നൊരു മോചനം കിട്ടുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആയിഷ എന്നും സലീം എന്നും ഒക്കെ പേരിടുന്നു. അപ്പൊ ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ് എല്ലാ ഇന്ത്യക്കാരും, എല്ലാ ലോകത്തുള്ള മനുഷ്യരും എന്ന കാഴ്ചപ്പാട് സാർവദേശീയ സാഹോദര്യ സങ്കല്പം ഇസ്ലാമിൻ്റെതാണ്. ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പറഞ്ഞത് വിവേകാനന്ദനെ പ്രൊമോട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെക്കുന്ന ആളുകൾ പക്ഷെ വിവേകാനന്ദൻ പ്രസംഗിച്ച ഈ മാനവികതയുടെ വക്താക്കളല്ല. അപ്പൊ ആളുകളുടെ ഫോട്ടോ വെക്കുക, ബിംബങ്ങൾ ഉണ്ടാക്കുക, ഞങ്ങൾ ആ ആളുടെ ആളാണ് എന്ന് പറയാ, എന്നിട്ട് നേരെ വിപരീതം പ്രവർത്തിക്കും. മൊയ്തീൻ ഷേഖ് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക സമൂഹത്തിൽ പറ്റിപ്പിടിച്ച ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി പോരാടിയ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന് തന്നെ എന്ത് ചെയ്യുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഈസാ അലൈഹിസ്സലാം നല്ല ക്ലാസിക് ഉദാഹരണമാണ്. ഈസാ അലൈഹിസ്സലാം എന്താ ചെയ്തത്? യഹൂദരായ പുരോഹിതന്മാര്
അള്ളാന്റെ ദീനിനെ വളച്ചൊടിച്ചപ്പോൾ പൗരോഹിത്യത്തിനെതിരെ രംഗത്ത് വന്ന ആളാണ് ഈസാ അലൈഹിസ്സലാം. ഈസാ നബിന്റെ പേരിൽ തന്നെ പിന്നീട് എന്താവുന്നു, പൗരോഹിത്യ സമൂഹം പുതിയ പുതിയ സഭകൾ രൂപീകരിച്ച് ഈസാ നബിനെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കും. അള്ളാഹു പറയാണ്, നിങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന ഔലന്നാസി ബിഇബ്രാഹിം, ഇബ്രാഹിമിനോട് ജനങ്ങളിൽ നിന്ന് ഏറ്റവും അടുത്തവർ ആരാണ്? ലല്ലദീന തബഊ, അദ്ദേഹത്തെ ഇത്തിബാഅ് ചെയ്യുന്നവരാണ്. വഹാദൻ നബിയ്യ, ഈ നബിയും വല്ലദീന ആമനു, പിന്നെ വിശ്വസിച്ചവരും. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുത്ത ആൾക്കാർ ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകളോ മദീനയിലെ വേദവിശ്വാസികൾ ആയ ക്രൈസ്തവരും യഹൂദരോ അല്ല. ആരാണ്? അദ്ദേഹത്തെ പിന്തുടരുന്നവരാണ്. ഇതാ ഈ നബിയും വിശ്വസിച്ചവരുമാണ് ഇബ്രാഹിമിനോട് അടുത്ത ആളുകൾ. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷകനാണ്. അപ്പോൾ സമുദായം, ജാതി എന്നുള്ള പേരിൽ കുറ്റം കൊണ്ടതുകൊണ്ട് രക്ഷപ്പെടൂല എന്നാണ് അള്ളാഹ് പറയുന്നത്. ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയായ ഇസ്രായേൽ സമൂഹമായ ഞങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്നവർ പറയുന്നു. ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിലിന്റെ പരമ്പരയിൽപ്പെട്ട ഞങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്ന് മക്കയിലെ മുശ്രിക്കുകളും പറയുന്നു. അള്ളാഹ് പറയാണ്, നിങ്ങൾ ഈ വംശപാരമ്പര്യം കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, വത്തബിഊ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഹനീഫായിട്ടുള്ള ഇബ്രാഹിമിന്റെ പാത പിന്തുടരുക. ആരായിരുന്നു ഇബ്രാഹിം? അമാകാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്തവരിൽപ്പെട്ടവനായിരുന്നില്ല എന്നാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു പാവം, ഒരു സാധു, നാട് വിട്ട് ഇങ്ങനെ പോവുക, തന്നെ അലിഞ്ഞിങ്ങനെ പോവുക, വയസ്സനായിട്ടും കുട്ടികളൊന്നുമില്ല. അവസാനം ഒരു കുട്ടീനെ കൊടുത്ത് അതിനെയും പിടിച്ചറക്കാൻ പറഞ്ഞ്, പാവം അല്ലേ? പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം എ വെരി റിച്ച് പേഴ്സൺ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇബ്രാഹിം നബിയും. ഖുർആൻ പറയുന്ന ഒരു ഇബ്രാഹിം നബി. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുത്ത് മലക്കുകൾ വന്ന സന്ദർഭം, മനുഷ്യരൂപത്തിലാണ് അവർ വന്നിരുന്നത്. വന്നത് മലക്കുകളാണ് എന്ന് മനസ്സിലാക്കാതെ ഇബ്രാഹിം നബി അവർക്ക് എന്തു കൊടുത്തു? ആടോ? ആടാണെങ്കിലും പറ്റും, ഒരു കാളനെ പിടിച്ച അറുത്ത് കൊടുത്തു. അപ്പൊ ഒരു സാധു ആണെങ്കിൽ കാളനെ പോയിട്ട് കോയിനെ കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഇബ്രാഹിം നബി തന്നെ പോയിട്ട് അർത്ഥതൊന്നല്ല. ഇബ്രാഹിം നബി അതിഥികളോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് വന്നു? കാളനെ റോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ എന്ത് മനസ്സിലാക്കാം? അദ്ദേഹത്തിന് കാലി സമ്പത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാൾ വന്നാല് പണിയാക്കി ഇതൊക്കെ സൈസാക്കി റെഡിയാക്കി കൊടുക്കാനുള്ള പണിക്കാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബിനെ നിങ്ങൾ കേൾക്കണോ ചരിത്രത്തില്? സമ്പന്നനായ, ധാരാളക്കണക്കിന് കാലികളുള്ള, കാലികൾ എന്ന് പറഞ്ഞാല് മുമ്പത്തെ വലിയ ഒരു സാമ്പത്തിക സോഴ്സാണ്. ഒരു ചെറിയ സംഗതിയല്ല അത്. മേൽമയൊന്നുമില്ല ഒന്ന്. കൊണ്ടുപോകാൻ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പത്താണ്. ഭൂമി അവിടെ കിടക്കുവോ? കൊണ്ടുപോയല്ലോ. ഇപ്പൊ ലൂത്ത് നബിക്കും ഉണ്ടായിരുന്നു കുറെ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയും തെളിച്ചിട്ടാണ് എവിടേക്ക് പോയത്?
ഫലസ്തീനിലേക്ക് പോയത്. കനാൻ ദേശത്തേക്ക് ലൂത്ത് നബിനെ നിയോഗിച്ചു. അങ്ങനെ പോയത് ഈ കാലി സമ്പത്തൊക്കെ ആയിട്ടാണ്. അപ്പോ 10 ഉറുപ്പ്യ കയ്യിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഹലാലായ മാർഗത്തിലാവണം എന്ന് മാത്രമേ. നല്ല സമ്പാദ്യമായിരിക്കണം, ഹലാലായതായിരിക്കണം, തൊയ്യബായതായിരിക്കണം എന്ന് മാത്രമേ. മക്കളൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. ഇനി ബർത്തന്നെന്ന് പറയരുത്. ഒരു ഗൾഫിലോ ഓസ്ട്രേലിയയിലോ UK-ലോ എവിടാന്ന് പോട്ടെ. അതൊന്നും വേണ്ട. നമ്മൾ ആദ്യമന്ദിരത്തിൽ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്കൊരു 60 വയസ്സാകുമ്പോൾ എനിക്ക് വയസ്സായി നല്ലൊരു അറിയിച്ചു അങ്ങനൊന്നും അല്ലാണ്ട് ഉഷാരയോഗ്യങ്ങള്. അപ്പോ അങ്ങനൊന്നും വേണ്ടി വരും. നമ്മൾ ഉഷാറായാൽ മതി. പിന്നെ നമ്മൾ എൻഗേജ് ആവണം. എൻഗേജ് ആയി കഴിഞ്ഞാൽ പ്രശ്നം. ഈ എൻഗേജ്മെന്റ് ഇല്ലാതാവുമ്പോഴാണ് പെട്ടെന്ന്. നമ്മൾ വിഷയത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ, ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കണം. അതേ, കാരണം നമ്മളെപ്പോഴും ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ ആൾക്കാരെ പറ്റിയും ഇസ്ലാമിന്റെ ഭരണാധികാരികളെ കുറിച്ചും ഒക്കെ നമ്മൾ എന്താ പറയാ, ഒരു ഒയലിച്ചാണ് പറയാ. ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവസ്ഥകളൊന്നും മനസ്സിലാക്കാതെയാണ് ഒരു കാര്യം വിശദീകരിക്കുന്നതെങ്കിൽ ഒരാളിങ്ങനെ വയത് പറയാണ്, ഇസ്ലാമിക സാമ്രാജ്യത്തിലെ മഹാരാജാവിനെ കാണാൻ വേണ്ടി അന്യദേശത്ത് നിന്ന് ഒരാൾ വന്നു. അയാൾ ആ നാട്ടിലുള്ള ഏറ്റവും വലിയ ഒരു കൊട്ടാരം തെരഞ്ഞ് നടക്കവേ അങ്ങനെ ഒരു കൊട്ടാരം അദ്ദേഹം കണ്ടില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആരാണ് ഇവിടുത്തെ രാജാവ് എന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ രാജാവൊന്നുമില്ല, നമ്മളെ ഖലീഫയാണ്. എവിടെ? അതാ കിടക്കുന്നു ആ മരത്തിന്റെ ചുവട്ടിൽ. അപ്പൊ അയാൾക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെ ഒരു മരത്തിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരാളാണോ ഇവിടുത്തെ രാജാവ് എന്ന് അത്ഭുതം തോന്നി. ഇതൊക്കെ സംഭവം ശരിയാണ്. അതിന്റെ ഒരു മാനം എന്താണെന്ന് വെച്ചാല്, അദ്ദേഹം നിർഭയനായിരുന്നു. ധാരാളക്കണക്കിന് അംഗരക്ഷകര് നാട്ടുകാർ തന്നെ പിന്നാലെ കൂടി കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരവസ്ഥയിലായിരുന്നില്ല നാട്ടിലെ ഭരണാധികാരി. നാട്ടിലുള്ളവർക്കും സമാധാനമാണ്, നാട്ടുകാർ അയാൾക്കും സമാധാനം കൊടുക്കും. ഇങ്ങനെയുള്ള നല്ല ഒരു കണ്ടീഷനായിരുന്നു നാട്ടിൽ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഈ പശ്ചാത്തലമൊന്നും അറിയാത്ത ഒരു പുതിയ കുട്ടിനോട് ഇത് പറയുമ്പോൾ, ഇസ്ലാമിലെ ഭരണാധികാരിക്ക് വരെ കിടന്നുറങ്ങാൻ പോരല്ല, മരത്തിന്റെ ഉടനെ അതുപോലെ കിടന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയണത് അങ്ങനെ ഉണ്ടല്ലോ, മദീനയിലൊരു കിണർ വിൽക്കാനുണ്ട്, ഒരു റൂമാ. ആരാണത് വാങ്ങുക എന്ന് വെച്ചല്ലോ. ആരാണത് വാങ്ങുക? പോയി നോക്കുമ്പോ ഇയാളാണെങ്കിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത ജാതി വരെ. ആരാ വാങ്ങിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എങ്ങനെ വാങ്ങിയ? ലോൺ എടുത്ത് വാങ്ങിയൊന്നല്ല, EMI ബജാജൊന്നല്ല. അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ട്. അപ്പോ എങ്ങനെ വാങ്ങിയതെന്ന് ചോദിച്ചാൽ കയ്യിൽ പൈസ കൊടുത്തു. എന്താ വാങ്ങിയത്? എന്ത് കിണറ്? വെള്ളം കോരുന്ന കിണറല്ല വാങ്ങിയത്, സ്വർഗത്തിലെ കിണറാണ് വാങ്ങിയത്. സ്വർഗത്തിലെ കിണർ വാങ്ങാൻ കയ്യിൽ എന്ത് വേണോ? ഉണ്ടാകാൻ പറഞ്ഞ്. നമ്മളിങ്ങനെ ആൾക്കാരോടെ പൈസ ഉണ്ടാക്കൽ മോശമാണ് എന്നിട്ട് കേട്ട് പൈസ ഉണ്ടാക്കാണ്ടിരിക്കും. എന്നിട്ട് പോയിട്ട് പള്ളി ഉണ്ടാക്കാൻ പൈസയും ചോദിക്കും. അങ്ങനല്ല, ഹലാലായ മാർഗത്തിൽ, ത്വയ്യിബായ മാർഗത്തിൽ പണം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. മഹല്ല് കമ്മിറ്റിയൊക്കെ എന്റർപ്രണർഷിപ്പിൽ ട്രെയിനിങ് കൊടുക്കണം. നല്ല നല്ല നിക്ഷേപകരെയും സംരംഭകരെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ പാരമ്പര്യം പറഞ്ഞിട്ടോ, നിങ്ങൾ കുലം മഹിമ പറഞ്ഞിട്ടോ, സമുദായവും ജാതിയും പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്തവര് ഇബ്രാഹിം നബിനെ പിന്തുടരുന്നവരാണ്. നമുക്കും ഇത് ബാധകമാണെന്ന് അർത്ഥം. ക്രിസ്ത്യാനികളും ജൂതന്മാരെയും വിറ്റ് എന്തോ കുറ്റം പറയാനല്ല ഇപ്പൊ ഇത് പറഞ്ഞിരുന്നത്. നമ്മളും അതേപോലെ ഒരു സമുദായം ആയി മാറരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വഹാദൻ നബിയ, ഈ നബിയാണ് ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്ത ആള്. വല്ലദീന ആമനു, പിന്നെ വിശ്വസിച്ച ആൾക്കാരുമാണ്.
അല്ലാഹു വലിയുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ രക്ഷകൻ ആരാണ്? അതാണ്. വദ്ദത് ആഗ്രഹിച്ചു, തായിഫത്തുൻ ഒരു കൂട്ടര്, മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരിൽ നിന്നുള്ള ഒരു കൂട്ടര്, ലൗ യുദല്ലൂനക്കും നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിച്ചു. അമാ യുദല്ലൂന അവർ വഴിതെറ്റിക്കുന്നില്ല, ഇല്ലാ അൻഫുസഹും അവരെ തന്നെയല്ലാതെ, വമാ യശ്ഉറൂൻ അവരത് അറിയുന്നില്ല എന്ന് മാത്രം. ഈ നജറാനിലെ ക്രൈസ്തവര് മദീനയിലേക്ക് വന്നത് തന്നെ എന്തിനാന്ന് വെച്ചാല് മുഹമ്മദ് നബീനെ തന്നെ ഒന്ന് ക്രിസ്ത്യാനിയാക്കിയാലോ എന്ന് വെച്ചിട്ട് വന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പുരോഹിതന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വഴിതെറ്റിക്കാനാണ്. പക്ഷെ അവരെന്നെന്താണ്? വഴിതെറ്റാണ്. നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം എന്താവാണ്? വഴിതെറ്റാണ്. ഇന്നലെ നിങ്ങളൊരു യുക്തിവാദിന്റെ പോസ്റ്റ് കണ്ടോ ഫേസ്ബുക്കില്? ഉമ്മ മരിച്ചപ്പോ ഉമ്മ മരിച്ചപ്പോ അയാൾ ചെയ്ത പോസ്റ്റാണ്. സുബ്ഹാനല്ലാഹ്. ആരിഫ് ഹുസൈൻ, നല്ല പേരിട്ടുണ്ടല്ലേ? എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കേരള കാണുമ്പോഴൊക്കെ ഓർമ്മാവുക, എൻ്റെ പരിചയത്തില് ഒരാള് ഗൾഫിൽ നിന്നും പണിയൊന്നുമില്ലാണ്ട് നാട്ടില് തിരിച്ചു വന്നപ്പോ അയാൾ ഓട്ടോറിക്ഷക്ക് എക്സ് ഗൾഫ് എന്ന് പേരിച്ചു. ഈ ആരിഫ് ഹുസൈനിന്റെ ഈ എക്സ് കാണുമ്പോൾ അതാ ഓർമ്മാവുക. എന്ന് പറഞ്ഞാൽ പുതിയ ഒന്നാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, പിന്നെ ഇത് പറയുന്നത് എന്തിനാണ്? അപ്പൊ അയാളുടെ ഉമ്മ മരണപ്പെട്ടു. ഏതൊരു മനുഷ്യനും സ്വന്തം ഉമ്മ മരിച്ചാല് അല്ലേ ചുരുങ്ങിയ പക്ഷെ അന്ന് പോസ്റ്റ് ഇടാൻ നിൽക്കുക, നല്ലതൊന്നും പറയാനില്ലെങ്കിൽ. പക്ഷെ അയാൾ പ്രയോഗിച്ച ഒരു പദം, അയാളുടെ ഒരു ശൈലി വളരെ വൃത്തികെട്ട രീതി. അപ്പൊ അയാൾ മതങ്ങൾക്ക് മൂല്യമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരമില്ലാത്തവനാണെന്നും നഅൂദുബില്ല, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചും ഒക്കെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരന്തരം പോസ്റ്റ് ഇടുന്ന ഒരാള് എന്താണ് ആയത്? ബാക്കിയുള്ളവരെ പഴിപ്പിക്കാൻ മെനക്കെട്ടിട്ട് അയാൾ സ്വയം എന്താവുകയാണ് ചെയ്തത്? പഴിക്കാൻ. എൻ്റെ പരിചയത്തിലുള്ള വേറൊരു എഴുത്തുകാരൻ ഇന്നലെ അതിന് പ്രതികരണമായിട്ടിട്ടത്, ഞാൻ യുക്തിവാദി ആവാത്തത് സ്വഭാവം പഠിക്കാണ്ടിരിക്കാനാണ്. സംഗതി മൊത്തത്തിൽ നോക്കുമ്പോ യുക്തിവാദി ആവാനൊക്കെ തോന്നും. പക്ഷെ യുക്തിവാദികൾ മൊത്തം പഠിച്ചു നോക്കുമ്പോ സ്വഭാവം എടുക്കാം എന്ന് പറഞ്ഞാൽ ആളുകളോടുള്ള അനുകമ്പ, ദയ, സ്നേഹം, ബഹുമാനം, ആദരവ്, പ്രതിപക്ഷ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ അങ്ങോട്ട് പോയി പോവുകയാണ് ചെയ്യുക. കാരണം ഒരു മനുഷ്യനിലേക്ക് ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ ഇട്ടു തരുന്നത് മതബോധമാണ്. ആ മതബോധം മൈനസ് ചെയ്താൽ പിന്നെ ഒരാൾക്ക് എന്തുമായി മാറാം എന്നാണ്. ചില ആൾക്കാർ പുറമേക്ക് പറയും എനിക്ക് മതമില്ല, ദൈവവിശ്വാസമല്ല എന്നൊക്കെ പറഞ്ഞാലും ഉള്ളില് അതുണ്ടാവുന്നതിന്റെ ഫലമാണ് അയാളിൽ കാണുന്ന പലതരത്തിലുള്ള പച്ചപ്പുകൾ. പുറമേക്ക് ഇങ്ങനെ പറഞ്ഞാലും ഉള്ളിൽ എന്തുണ്ടാവും? എന്തോ ഒരു സംഗതി ഉണ്ടാവും. ആ സംഗതി ഇല്ലെങ്കിൽ പുറമെ കാണിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ പഴിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അവർ സ്വയം തന്നെ പിഴച്ചു പോവുകയാണ് ചെയ്യുന്നത്, അവരതറിയുന്നില്ല. യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ. ഇത് പറഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഈ വിളിയുടെ ഒരു സൗന്ദര്യം. അള്ളാഹു ഇങ്ങനെ വിളിക്കുമ്പോഴേ അല്ലയോ കിതാബിന്റെ ആൾക്കാരെ, എത്ര മനോഹരമായിട്ടുള്ളൊരു വിളിയാണ്. അല്ലയോ കാഫിരീങ്ങളെ എന്ന് വരെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. കാരണം ഒരു ദൈവത്തെ നിഷേധിക്കുന്നു. നിഷേധിക്കാൻ ദൈവം ഇല്ല എന്നല്ല, അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ നിഷേധിക്കുന്നു. അല്ലയോ മുശ്രിക്കുകളെ ഏതായാലും വിളിച്ചൂടെ?
കാരണം അവര് ശിർക്ക് ചെയ്യും. വാല്യങ്ങളെ പേച്ചു പോയവരെ എന്ന് വിളിച്ചൂടെ, കാരണം അവര് പേച്ചു പോയിരിക്കുന്നു. പക്ഷേ അള്ളാഹു അവരെ വിളിക്കുന്നത് അല്ലയോ വേദക്കാരെ, അൽ കിതാബിന്റെ ആൾക്കാരെ എന്നാണ്. കാരണം അവരെ നന്നാക്കാനാണ് വിളിക്കുന്നത്. യാ അഹ്ലൽ കിതാബ് ലിമ തക്ഫുറൂന ബിആയാതില്ലാഹി വഅൻതും തശ്ഹദൂൻ. ലിമ എന്തുകൊണ്ടാണ്, തക്ഫുറൂന നിങ്ങൾ നിഷേധിക്കുന്നത്, ബിആയാതില്ലാഹ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ. ഒന്നുകൂടി നോക്ക്, എന്താ അവര് ചെയ്യുന്നത്? കുഫ്റാണ് അവര് ചെയ്യുന്നത്. ലിമ തക്ഫുറൂന, നിങ്ങൾ എന്തിനാണ് കുഫ്ർ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്, ബിആയാതില്ലാഹ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ. എന്നിട്ടും അല്ലാഹു പോലെ എന്താക്കുന്നില്ല, കാഫിരീങ്ങളെ എന്ന് വിളിക്കുന്നില്ല. നമ്മള് സാധാരണ ചോദിക്കൂലേ, ശിർക്കല്ലേ ഒരു ചെയ്യുന്നത്, അപ്പൊ മുശ്രിക്കന്നല്ലേ? അങ്ങനല്ല. കുഫറല്ലേ ചെയ്യുന്നത്, എന്നാ കാഫറെ വിളിച്ചൂടെ? അങ്ങനല്ല, അങ്ങനൊന്നും വിളിക്കരുത്. ഒരാളെ അങ്ങനെ വിളിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റൂല, നന്നാക്കാൻ പറ്റൂല. ചില ആള് മക്കളെ മോനെ 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 എന്ന് വിളിക്കും. അതിന്റെ മുമ്പ് പല മൃഗത്തിന്റെ പേരും ഉണ്ടാവും. ആ മോൻ നന്നാവോ? ഇല്ല. കാരണം അയാള് ആ മോൻ എന്നുള്ളത് മൈനസ് ചെയ്ത ബാക്കിയൊക്കെ വാപ്പല്ലേ. അപ്പൊ മക്കള് നന്നാവോ? നന്നാവൂല. അപ്പൊ അതുകൊണ്ട് വിളിക്കേണ്ടത് എപ്പോഴും യാ ബുനയ്യ. ഇബ്രാഹിമിനെ നൂഹ് നബി വിളിച്ചില്ലേ? ഈ നൂഹ് നബിനോട് മോൻ എന്തൊക്കെയാ പറയണേ? ബാപ്പേ നിങ്ങൾക്ക് ഉണ്ട് ചൂട്, എന്ത് വെള്ളം വരാനാണ് ഈ വല്ല വെള്ളമൊക്കെ അല്ലേ? മലമുകളിൽ കപ്പലുണ്ടാക്കുന്ന വിരാന്ത്. ഇനി അഥവാ മഴ ചെയ്തു നോക്കുക, വെള്ളം കൊണ്ട് കൂടിയാൽ തന്നെ ഞാൻ ആ മരത്തിന്റെ മുകളിലോ ഒക്കെ കേറിയിട്ട് അല്ലേ? ഇങ്ങനെ പറയുമ്പോ ആ മോനെ പറ്റിയിട്ട് നൂഹ് നബി വിട്ടുകളയല്ല ചെയ്യുന്നത്. ഓൻ ഈ ജാതി നിഷേധിയാണ്, ഓൻ പോട്ടെ എന്ന് വെക്കല്ല. യാ ബുനയ്യർക്കമാന, ഞങ്ങളെ കൂടെ കേറിക്കിട്ടോ പൊന്നാര മോനെ. ബുനയ്യ എന്ന് പറഞ്ഞാല് അല്ലാത്ത ഒരു കുഞ്ഞിമോനെ എന്നൊക്കെ വിളിക്കൂലേ, പൊന്നെ മുത്ത എന്നൊക്കെ വിളിക്കണ ഒരു വിളിയാണ്. നമ്മൾ നന്നായി മനസ്സിലാക്കണം. നമ്മൾ സുബഹിസ്കരിക്കാൻ വിളിച്ചിട്ട് ഓൻ എണീച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓനെ പറ്റിയിട്ട് പറഞ്ഞ ജാതി മൃഗീയ ഭാഷകളൊന്നും ഉപയോഗിക്കരുത്. ചില ആൾക്കാർ ഓലെ പറ്റിയിട്ട് വേറെ വിരുന്നവനോടും പറഞ്ഞു വെക്കും, ഈ ബാന ഒരു മൂരി പറഞ്ഞായി പറഞ്ഞു, അയാൾ പോസുമായിരിക്കും. അതോടുകൂടിയിട്ട് ഓൻ ആരാവും. അപ്പോ അങ്ങനൊന്നും പറയരുത്. അഭിസംബോധന ചെയ്യുമ്പോൾ വളരെ നല്ല നിലയ്ക്ക് വിളിക്കണം. ഭാര്യമാരൊക്കെ വിളിക്കുമ്പോ മുത്തേ സത്തേ പൊന്നെ എന്നൊക്കെ വിളിക്കണം. അല്ലാതെ പല ജാതി പേരും വിളിക്കരുത്. വിളിച്ചാല് തൽക്കാലം ഓല് ഒന്നും മിണ്ടൂലേക്കും. പക്ഷെ ഈ മിണ്ടാപ്രാണികൾ എന്ത് ചെയ്യും, മനസ്സിലിങ്ങനെ പലതും പറയുന്നുണ്ടാവും. മിണ്ടാപ്രാണികളാണ് ഇപ്പൊ ഓര് പറഞ്ഞത്. ഇങ്ങക്ക് തിരിയായിട്ടാണ് എന്തല്ല, അങ്ങനൊന്നല്ല. നമ്മളൊക്കെ നല്ല ആൾക്കാർ. എനിക്ക് പൊതുവില് എനിക്ക് ഈ പക്ഷത്തോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക, കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ എത്ര മെനക്കെട്ടിട്ടും ഇവര് വരുന്നതിന് മുമ്പ് വരാൻ കഴിയണില്ല. ഞാൻ കുറെ മെനക്കെട്ടു. ഒരു ദിവസം ഞാൻ ചോര എത്തിണ്ടാവില്ല എന്ന് രണ്ടൊക്കെ നിർത്തി നല്ല ഉഷാറായിട്ട് വന്നു നോക്കുമ്പോ അവിടെ കുത്തിയിരിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ മരുക്കളൊക്കെ ഉണ്ടായിട്ടായിക്കൂലേ? മരുക്കളൊന്നും ഉണ്ടായിട്ടല്ലോ. ഇവിടുതല്ലേ തജുദല്ലേ ഇവിടുത്തെ, അതാണ് പറയുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് കാഫിർ കുഫ്ർ ചെയ്യുന്നവരെ പോലും അല്ലാഹു കാഫിർ എന്ന് വിളിക്കണില്ല. ഒറ്റ സമയത്താണ് വിളിക്കാൻ അല്ലാഹു പറഞ്ഞത്. അത് നമ്മൾ നേരെ ഉൾട്ടായിട്ടാണ് പറയലും. ഒറ്റ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ,
വിളിക്കുക എന്നാണ്. നീ അവരെ വിളിക്ക്. യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ നിഷേധികളെ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നമ്മൾ ഈ ആയത്ത് ഓതിയിട്ട് പറയും, കണ്ടോ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളത് ഞങ്ങൾക്ക് എന്തൊരു സൗഹാർദ്ദമാണ്. അത് സൗഹാർദ്ദമല്ല, നോ കോംപ്രമൈസ് എന്നാണ് ആയത്തിന്റെ അർത്ഥം. സൗഹാർദ്ദമൊന്നും വിടൂല, പക്ഷേ കോംപ്രമൈസ് ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെ ദീന്, എനിക്ക് എൻ്റെ ദീൻ. നിങ്ങളെ ദീന് എൻ്റെ മേലും വേണ്ട, ഞാൻ നിങ്ങളെ മേലേക്കും വരുന്നില്ല എന്ന് മക്കത്തെന്നും പറഞ്ഞ ലാസ്റ്റ് വേർഡാണ്. മക്കത്തൊന്നും പിന്നെ അത് പറഞ്ഞിട്ട് വർത്താനില്ല. 13 കൊല്ലം അവിടെ പണിയെടുത്ത് അവരോട് അവസാനം അതും പറഞ്ഞിട്ട് പോയി. കോംപ്രമൈസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമുക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അല്ലല്ലോ പ്രശ്നം. ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങൾ എന്തോ ആവാ, നിങ്ങൾക്ക് നിങ്ങൾ എന്തോ ആയിക്കോളെ, നമ്മളൊന്നും ആവാന്നുള്ളൊരു കോലത്തിലാണ്. അങ്ങനല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ സൂറത്തുൽ ബയ്യിനയിൽ നോക്കൂ, മുശ്രിക്കുകളെ വേറെയും അഹ്ലുൽ കിതാബിനെ വേറെയാ പറഞ്ഞു. അപ്പൊ അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ചുരുക്കിയെന്നില്ലേ ഉണ്ട്. എന്നിട്ട് പോലും മിനൽ മുശ്രിക്കീന അല്ലേ, അഹ്ലുൽ കിതാബിന് വേറെയാണ്. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലുൽ കിതാബി വൽ മുശ്രിക്കീന. അഹ്ലുൽ കിതാബും മുശ്രിക്കുകളും അത് വേറെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇവർ വേദത്തിന്റെ ആളുകളാണ് എന്നതിനെ അള്ളാഹു എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. എന്നിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ, എന്തിനാ നിങ്ങളത് നിഷേധിക്കണത്? വഅൻതും തശ്ഹദൂൻ, നിങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്നിരിക്കെ എന്ന് പറഞ്ഞാൽ, ഈ വന്നത് മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണെന്നും അള്ളാഹുവിന്റെ റസൂലാണെന്നും ഇങ്ങനൊരു റസൂല് വരാനുണ്ടെന്നും അന്ത്യപ്രവാചകൻ ആണെന്നും ഒക്കെ എവിടെ ഉണ്ട്? അവർ ഓതുന്ന കിതാബിൽ തന്നെ ഉണ്ട്. അക്കിതാബിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള സത്യമാണ് അത്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? വീണ്ടും വിളിക്കുകയാണ്, യാ അഹ്ലൽ കിതാബ്, അല്ലയോ കിതാബിന്റെ ആളുകളെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിൽ വതക്തുമൂനൽ ഹഖ്ഖ. എന്താ പറയുന്നത്? തൽബിസൂന എന്ന് പറഞ്ഞാൽ കൂട്ടിക്കുഴയ്ക്കുക. തൽബിസൂനൽ ഹഖ്ഖ, സത്യത്തെ കൂട്ടിക്കുഴയ്ക്കുന്നു, ബിൽ ബാതിൽ, അസത്യവുമായിട്ട്. സത്യത്തെ അസത്യവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? അത് അസത്യം മാത്രം പറയുന്നതിനേക്കാൾ ഗുരുതരമാവും. അസത്യം മാത്രം പറയുന്നതിനേക്കാൾ ഗുരുതരമാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തൽ. കുപ്പിച്ചില്ല് മാത്രം വെച്ചു കൊടുത്താൽ ഒരു നായും തിന്നൂല. പക്ഷെ അത് നായ്ക്ക് ഇഷ്ടമുള്ള മണമുള്ള കറിയൊക്കെ കൂട്ടി ചോറ് ആദ്യം കുഴച്ചാൽ അതിൻ്റെ അകത്ത് കുപ്പിച്ചില്ല് കുഴച്ചാല് അപ്പൊ അത് നല്ല ഇറച്ചിക്കറിയുള്ള ചോറ്, കുപ്പിച്ചില്ല് രണ്ടും കൂടിയായി. അത് ഐറ്റങ്ങൾ തിന്നിട്ട് കുടലിലെത്തി പല ജാതി കുരുമാറും. അപ്പോ വിഷം എങ്ങനെയാണ്? ഭക്ഷണത്തിൽ വിഷം കലർത്തുക. വിഷം മാത്രം വെച്ചാൽ ആരും അതിനെടുത്തുമില്ല. ഭക്ഷണവും വിഷവും രണ്ടും കൂടിയായി. അപ്പോൾ സത്യവും അസത്യവും കൂടി കൂട്ടി കുഴയ്ക്കാം. ആശയപരമായി ആദർശപരമായി ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമാണിത്. തൗഹീദും ശിർക്കും കൂടി ഏതാണെന്ന് മനസ്സിലാക്കാത്ത കോലത്തിൽ ഇതിനെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കാം. അപ്പോഴാണ് ഏറ്റവും അപകടം. ഒരാള് ശിർക്ക് മാത്രമാണ് പറയണതെങ്കിൽ അത് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആധുനിക കാലത്ത് ഇസ്ലാം വിമർശനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ തൽബിസൂന എന്ന് പറഞ്ഞ ഈ സംഗതിയാണ് അധികം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹക്കിനെയും ബാത്തിലിനെയും കൂട്ടിക്കുഴയ്ക്കും. അപ്പൊ നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഹക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കാണും. അപ്പൊ അതിനാണ് അതിലപ്പുറം ഉള്ളത് എന്ന് നമ്മൾ വിചാരിക്കും. യഥാർത്ഥത്തില് ഹക്കായിരിക്കൂല അത്.
അപ്പൊ വേദക്കാരായ ആളുകൾ ചെയ്തിരുന്ന ഒരു പണിയാണിത്. നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കുന്നത്? എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ടെന്തിനാണ് നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുന്നത്? പുരോഹിതന്മാരൊക്കെ ചെയ്യുന്ന പണി ഇതാണ്. നമ്മുടെ സമുദായത്തിൽ പുരോഹിതന്മാരൊക്കെ ചെയ്യുന്ന പണി ഇതാണ്. അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പറയും മുത്തുനബിയോടുള്ള ഹുബ്ബ്, സുന്നത്ത് ജമാഅത്തിനോടുള്ള വല്ലാത്ത ഇഷ്ടം. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടാല് ആരും വിചാരിക്കും നേരെന്നല്ലേ. പക്ഷെ അവരതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഷുർക്കും സാധനങ്ങളൊക്കെ സാൻഡ്വിച്ച് ചെയ്ത് തരും. ഭയങ്കരമായ അബദ്ധമാണ്, അപകടമായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. യാത്രക്കാരികൾ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകളാട്ടോ. യാത്രക്കാരികളായ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇല്ല ചെയ്യും. പിന്നെയും ഉറപ്പിച്ച് പറയുന്നതേ ഉള്ളൂ. സ്ത്രീകൾ ആയാൽ പോരാ, യാത്രക്കാരികളാവണം, എന്നാലേ ഇവിടെ കയറാൻ പറ്റുള്ളൂ. അതെന്നെ പള്ളിയിലല്ല, പുറത്ത് വേറൊരു സ്ഥലത്താണ്. വൃത്തിയൊന്നും ആവശ്യമല്ല. വൃത്തിയും മനയും സുരക്ഷിതത്വവും ഒന്നും ആവശ്യം. പള്ളിയിൽ പോകാത്തത് എന്താ? ഫിത്തിന് ഭയന്നിട്ട്. പള്ളിക്കാട്ടിന്റെ മൂലക്കിൽ വൃത്തിയാക്കാത്ത ഈ സ്ഥലത്ത് പോണതോ ഫിത്തിന് ഇല്ല. ആ ഒരു കാര്യം മാത്രം പറയാം. അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെന്താണ്? ഞങ്ങൾ ഇസ്ലാമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൽ പൊതിഞ്ഞാണ് അനിസ്ലാമികത വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പുരോഹിതന്മാർ ചെയ്യുന്ന ഒരു പണിയാണ്. അല്ലെങ്കിലും ഈ കിതാബിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളുടെ മുൻഗാമികൾ തന്നെയാണ്. അങ്ങനെ ആവരുത് എന്ന് പറയാനുള്ള ഒരു കേസ് സ്റ്റഡിയാണ് യഥാർത്ഥത്തിൽ ഈ നടത്തുന്നത്. അങ്ങനെ നമ്മളിതിനെ മനസ്സിലാക്കിയെങ്കിലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. വഖാലത്ത് പറഞ്ഞു, തായിഫത്തുൻ ഒരു വിഭാഗം. എന്താ പറഞ്ഞത്? മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ നിന്നുള്ള വിഭാഗം. ആമിനു നിങ്ങൾ വിശ്വസിക്കുക, ബില്ലദീ ഉൻസില അലല്ലദീന ആമനു വിശ്വാസികൾക്ക് അവതീർണമായതിൽ നിങ്ങൾ വിശ്വസിക്കുക. വജഹൻ നഹാർ പകലിന്റെ തുടക്കത്തിൽ, ആരംഭത്തിൽ, അതിന്റെ മുഖത്ത്, പകലിന്റെ മുഖത്ത് എന്ന് പറഞ്ഞാൽ പകലിന്റെ വഖ്ഫുറൂ എന്നിട്ട് നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുക. ആഖിറഹു ആ പകലിന്റെ അവസാനത്തിൽ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുക. ലഅല്ലഹും യർജിഊൻ ആ വിശ്വാസത്തിൽ നിന്ന് മടങ്ങുന്നവരായേക്കാം അവര്. എന്തായി പറഞ്ഞത്? വേദക്കാരിലൊരു കൂട്ടർ പറയാണ്, ഈ വിശ്വാസികൾക്ക് അവതീർണമായതിൽ പകലിന്റെ പ്രാരംഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക, പകൽ അറുതിയിൽ അതിനെ തള്ളിപ്പറയുകയും ചെയ്യുക. അതുകൊണ്ട് ആ വിശ്വാസികൾ നമ്മളിലേക്ക് തിരിച്ചു വന്നേക്കാം. അപ്പൊ സംവാദമൊക്കെ നടത്തി കാര്യമില്ല എന്ന് മനസ്സിലായി, ഒക്കെ ചെയ്തല്ലോ ഒരു കൂട്ടര്. പിന്നെയും നിങ്ങൾ വരി, നമുക്ക് രണ്ടു കൂട്ടർ യോജിപ്പുള്ളതിലേക്ക് വരി എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോയല്ലോ. നന്ന ചുരുങ്ങിയത് ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നുള്ളത് നിങ്ങൾ സാക്ഷ്യം വഹിക്കെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇവരൊരു ഐഡിയ എടുക്കുകയാണ്, ഞമ്മക്ക് രാവിലെ മുസ്ലിം ആവാം. അപ്പൊ എല്ലാ മുസ്ലിങ്ങളും എന്താക്കൂ? ഇവര് മുസ്ലിങ്ങളായി എന്നല്ലേ വൈകുന്നേരം നമുക്ക് നിഷേധിക്കാം. അപ്പൊ ആൾക്കാരെന്താ പറയാ? ഓല് മാറിയെന്നല്ല പറയാ. കണ്ടില്ലേ, അച്ഛങ്ങൾ ആടെ പോയപ്പോ അവൾക്ക് ശരിക്കും ഇത് മനസ്സിലായത്. കൂടെ കിടന്നവർക്കല്ലേ രാപ്പനെ അറിയുള്ളൂ. അതുകൊണ്ട് പോലെ അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായെങ്കിൽ
ഒരാൾ ഇന്ന് വന്നു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, ആഹ്ലാദം, എല്ലാവരും കൂടി. വൈകുന്നേരം പോലെ എന്തൊക്കെയാണ് മാറിയ ആളെന്താ സാധാരണ എനിക്ക് പറയാ, ഓന് നിലപാടില്ല എന്നല്ല പറയാ, ഉടനെ പറയുന്നതാണ് കണ്ടില്ലേ, അതിൻ്റെ അകത്തൊന്നും ഇല്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത്. ഈറ്റിങ്ങളെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് പോയതേനും പോയപ്പോ മനസ്സിലായി അതെന്താണ് ഒന്നല്ല എന്ന് മനസ്സിലായി, ഇവിടെ രക്ഷപ്പെട്ടു പോകും. ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കിയിട്ട് പ്രയാസപ്പെടുത്തിയാൽ അവരും കൂടി എന്ത് ചെയ്തോളൂ, നമ്മളെ കൂടെ ഇങ്ങ് പോന്നോളൂ എന്ന് പറഞ്ഞു. അതിനോടൊക്കെ മറുപടി പറയുന്നുണ്ട്. ആ മറുപടി നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം ഇൻഷാ അല്ലാഹ്. 72-ാമത്തെ ആയത്താണ് എത്തിയത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ലേശ സ്പീഡിൽ പോട്ടോ, സമ്മതല്ലേ? നിങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഒരുങ്ങി വരണം. വണ്ടി സ്പീഡിൽ പോകാൻ നേരത്ത് നമ്മളോട് ഡ്രൈവർ പറയില്ലേ പിടിച്ചിരുന്നോളാൻ, ഇല്ലേ? മെല്ലെ പോകുമ്പോ പറയോ? ഇല്ല, അവ ലേശം പിടിച്ചിരുന്നോളി, നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇത്ര ആയത്തുകളിലേക്ക് മുന്നോട്ട് പോയി, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് നടത്തിയൊരു മത്സരത്തിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്ന സമ്മാനങ്ങൾ. ചെറിയൊരു സംഗതിയൊന്നുമല്ല, വലിയ കാര്യമാണ്. വലിയ കാര്യത്തിൽ എഴുതിയവരാണ് വിളവന്മാർ, എഴുതാത്തവർ വിളവന്മാരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഞങ്ങൾ എഴുതിയിട്ടൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഇതിൽ പരിശ്രമമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് കിട്ടിയ എൻട്രി വളരെ കുറച്ചാണ്. 1, 2, 3, 4, കഴിഞ്ഞ ആഴ്ച കിട്ടിയ 1, അങ്ങനെ 5 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ ആഴ്ച കിട്ടിയതിനെ നമ്മൾ മത്സരത്തിൽ പെടുത്തൂല, അത് പ്രോത്സാഹനം എന്നുള്ളതൊക്കെ പെടുത്തു. കാരണം ഫസ്റ്റ് ചാൻസ് മത്സരമൊക്കെ പിരിഞ്ഞുപോയി അതിൻ്റെ ശേഷമാണ്. എന്നാലും പ്രോത്സാഹനം ഉണ്ട്. നേരത്തിൽ തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാവണം എന്ന് കരുതുക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. എനിക്കിപ്പോൾ അതിനൊന്നും കഴിയൂല, ഞാനിങ്ങനെ ക്ലാസ്സിന് വരാം, അതെന്നെ വലിയൊരു സംഗതിയാണ് എന്ന് വിചാരിക്കുന്നവരാണ് ബാക്കി എല്ലാവരും എന്ന് ഞാൻ പറയണില്ല. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളെല്ലാവരും ഒന്നും കൂടി ഉഷാറാവണം. ഇന്നത് എഴുതുക എന്നൊന്നുമില്ല, നമ്മളൊരു ഉണ്ടല്ലോ ഒന്ന് ശ്രമിക്കുക അല്ലേ ടീച്ചറെ? അതൊരു പ്രത്യേക സംഗതിയല്ലേ. ടീച്ചർക്ക് എഴുതാൻ ആവായിട്ടാണ്. അപ്പോ നമ്മള് തരുന്ന ഒരു ചെറിയൊരു അസൈൻമെന്റ്, നമ്മൾ പരീക്ഷ നടത്തുന്നില്ല, ചോദ്യം ചോദിക്കുന്നില്ല, ബെഞ്ചുമ കയറ്റി നിർത്തുന്നില്ല, അടിക്കുന്നില്ല, അമ്പോഷണം എഴുതിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മൾ വളരെ ഉദാര വ്യവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഇതേപോലെയുള്ള ഒരു പരിപാടി എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും തരാത്തോണ്ട് എനിക്ക് സൗകര്യം, വേറെ കാര്യം. ഞാനിതെല്ലാം വായിക്കണ്ടേ? അപ്പൊ അത് വേറെ കാര്യം. ഞാൻ എനിക്ക് സൗകര്യത്തിനല്ല പറയണേ. ഇൻഷാ അല്ലാഹ്. അതിന് സമ്മാനമൊന്നുമില്ല. ഇതില് അറ്റൻഡ് ചെയ്ത ആളുകൾ അബൂബക്കർ ബനിയാളിൽ, അതേപോലെ എം മാലിക്കോയ മാസ്റ്റർ, എല്ലാരെയും പ്രബന്ധം കൊണ്ടുപോകാനുള്ള കവറ് വരെ മാഷ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഞാൻ ആ കവറും ഇതെല്ലാം കൂടി കൊണ്ട് കൊണ്ടുപോകേണ്ടി വരില്ല. അപ്പൊ പ്രസിഡന്റും സെക്രട്ടറിയും ഒരു പേരിന് ഇങ്ങനെ പ്രസിഡന്റും സെക്രട്ടറിയും നിൽക്കല്ല, ഓരോ മുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. അതാ വിജയം എന്ന് നിങ്ങൾ കൈയടിച്ചാൽ പോരാ, നിങ്ങൾ കൂടി എന്ത് ചെയ്യണോ, ആ ഒരു ലൈനിലേക്ക് വരണോ. അത് തിരക്കേടില്ല. അതാണ് വിജയം. ഒരിങ്ങനെ പോയിക്കോട്ടെ നിൽക്കലല്ല. നിങ്ങളെല്ലാം കൂടി ഓലെ ഏൽപ്പിച്ചതല്ലേ? ഓക്കെ. പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ തന്നത് സുഹറ.
സുഹറ. പിന്നെ തന്നത് പിന്നെ ഫെബിന. ഫെബിനയുടെ വല്ലാത്തൊരവസ്ഥയാണല്ലോ. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അപ്പോ പിന്നെ മുഹമ്മദ് സാഹിബാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് തന്നത്. അപ്പോ ഞാന് സ്വന്തം നോക്കി ഞാൻ തന്നെ മാർക്കിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തീരുമാനിച്ചതല്ല. അങ്ങനല്ലോ. അത് അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ ഇനിയിപ്പോ എനിക്ക് നിങ്ങളൊക്കെ അറിയാലോ, പേരൊക്കെ അറിയാം, ആൾക്കാരെ അറിയാം. നമ്മളിപ്പോ സാധാരണ പരീക്ഷയൊക്കെ നടത്തുമ്പോ നമ്പർ മാത്രം ആളറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങളൊക്കെ എനിക്ക് അറിയാലോ. അപ്പൊ ഞാന് വല്ല ദുസ്വാധീനങ്ങൾക്കും വശംവദനായെങ്കിലോ എന്ന് എന്നെ കുറിച്ച് തന്നെ ഞാൻ ഭയപ്പെട്ടത് കൊണ്ട് വേങ്ങര സ്കൂളിലുള്ള ഒരധ്യാപകൻ പിന്നെ ആണ് ഇത് വാല്യുവേഷൻ ചെയ്തത്. ഇതിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖുർആൻ ഷരീഫിന്റെ അധ്യാപകനും ഖത്തീബും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം നമുക്ക് വേണ്ടി ഈ പണി എടുത്തു തന്നതാണ്. ഞാൻ അതിലൊരു സൂക്ഷ്മത അങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ അതും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ 2 കാര്യമാണ്. ഒന്നിൻ്റെ സൂക്ഷ്മത നിങ്ങളെ അറിയിക്കലും, 2 ഈ ഫസ്റ്റും സെക്കൻഡും തേർഡിലും ഒന്നും എനിക്കെന്തില്ല, ഉത്തരവാദിത്തമില്ല എന്ന് പറയലാണ്. ഇതാരാ സമ്മാനം കൊടുക്കുക? ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നു. എന്നാ അവര് ഫസ്റ്റ് സെക്കൻഡ് എടുത്തിരി. ഫസ്റ്റ് അടിയില, സെക്കൻഡ് തേർഡ് 2 പ്രോത്സാഹനം. ഒരു ഫോട്ടോ എടുക്കേ, സമ്മാനം കൊടുക്കണേ. അപ്പോ ആർക്കോ മത്സരത്തിൽ പങ്കെടുത്ത ആർക്കോ സങ്കടം ഉണ്ടാവരുത്. പങ്കെടുക്കാത്തവർക്ക് മാത്രമേ സങ്കടം ഉണ്ടാവാൻ പാടുള്ളൂ. സങ്കടത്തിന് അവകാശം പങ്കെടുക്കാത്തവർക്കാണ്. ബാക്കി എല്ലാവരും പങ്കാളിത്തം എന്ന നിലയിൽ 1ാം സ്ഥാനം തന്നെ നേടിയിട്ടുണ്ട്. എല്ലാവരും പങ്കാളികൾ എന്നുള്ള നിലയിൽ ഇൻഷാ അല്ലാഹ്. അതിനെല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കി. നല്ല ഇൻഷാ അല്ലാഹ്. ഓക്കെ. പക്ഷെ എഴുതിയത് വായിച്ചിട്ട് അധ്യാപകൻ പിന്നെ 1ാം സമ്മാനം കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് കെ സുഹറ. മാഷാ അല്ലാഹ്. വെരി. ഞാൻ ആലോചിച്ചു എനിക്ക് എന്തെല്ലാം ഭാഗ്യമുള്ളത് കുറച്ച്. അത് വേണമെന്നില്ല. നമ്മളെ പ്രായം നാളെ പഠിപ്പിക്കുക, ചോദ്യം ചോദിക്കുക, ഓക്കെ. രണ്ടാമത്തത് ഫെബിന. മൂന്നാം സമ്മാനം മാറിപ്പോയാ. സെക്രട്ടറി മുന്നിൽ പോകുന്നത്
ഇനി ആൾക്കാർക്ക സത്യസന്ധത തെളിയിക്കപ്പെട്ടതല്ല. മുഹമ്മദ് സർ അപ്പൊ ഇനി നീയത്തിന്റെ കൂലി പരലോകത്ത് കിട്ടും. ഇവിടെ നീയത്തിന് ഒരു കൂലി ഇവിടെ കിട്ടൂല. നീയത്തിന് കൂലിയാവില്ല. ഇതൊക്കെ നമ്മളുടെ കോർഡിനേറ്റർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അതിന് ദുആ മാത്രം അതിന്ന് പറയും. അപ്പോഴേ പിന്നെ എല്ലാവരും ഞാൻ എന്നുള്ള നിലക്ക് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മള് നല്ല നിലക്ക് പോകാൻ പറ്റും. എല്ലാ ആളുകളും ആ നിലക്ക് ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്നാൽ നിങ്ങളെ കുടുംബത്തിന്റെ ഒരു സത്യസന്ധത ആലോചിച്ച് നോക്കിക്കേ. അവര് ഒന്ന് പേടിപ്പിച്ചും കാണിച്ചോണ്ടാന്ന് കാണിച്ചു കൊടുക്കൂലേ. പക്ഷെ അങ്ങനെയൊന്നും പറയാതെ വളരെ സത്യസന്ധമായിട്ട് ഓരോരുത്തരും അവനവന്റെ വേറെ കിട്ടിയില്ലേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.